സഹോദരങ്ങളെ, അവസാനത്തെ ചോദ്യമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു അമുസ്ലിം സുഹൃത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു അമുസ്ലിം സുഹൃത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവസാന ചോദ്യം ആണെന്ന് പറഞ്ഞെങ്കിലും ആ അമുസ്ലിം സുഹൃത്തിന് ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി മൈക്ക് കൊടുക്കേണ്ടതാണ്. അവസാനത്തെ ചോദ്യമാണ്. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ ഒരു അമുസ്ലിമാണ് എന്ന് അവിടെ നിന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ജീവിതത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരസത്യം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യാന്വേഷകർക്ക് സ്വാഗതം എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ വേദിയിലേക്ക് കടന്നു വന്നത്. ഏതായാലും എന്നെ അലട്ടിയിരുന്ന കുറച്ച് പ്രശ്നങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് എനിക്ക് പരിഹാരം കിട്ടി. എന്ന് പറഞ്ഞാൽ ചോദ്യവും ഉത്തരവുമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ചോദ്യകർത്താവ് ചോദ്യത്തിന്റെ ഉത്തരമല്ല തീർന്നത് ചോദ്യങ്ങളാണ്. ഞാൻ ഉത്തരം തേടി വന്നതായിരുന്നു. ഞാൻ ആദ്യം വന്നത് അവിടെയാണ്, ആ സൈഡിലാണ് വന്നത്. പിന്നെ എനിക്ക് ഖുർആൻ ഫീൽ ചെയ്യും. കാരണം ഞാൻ അന്വേഷിയാണ്, സത്യാന്വേഷണം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ സാരസത്ത എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഖുർആന്റെ ആയാലും മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ ആയാലും സത്യം എന്നാണ് എല്ലാത്തിൻ്റെയും സത്യത്തിലേക്കുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിലെ അന്വേഷിയായതുകൊണ്ട് എനിക്ക് സത്യം ഫീൽ ചെയ്യും. ഈ താടി വെച്ച ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പണ്ട് പേടിയായിരുന്നു. എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഖുർആനും ആയിട്ടാണ് സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങളൊക്കെ വരുന്നത്, കുട്ടികളൊക്കെ പഠിക്കാൻ വരുന്നത്. ഞാനാണെങ്കിൽ ഒരു ജ്യോതിഷ കുടുംബമാണ്, പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ പിറന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ സംസ്കൃതവും വേദങ്ങളൊക്കെ നമ്മൾ ആ ചെറുപ്രായത്തിൽ നമ്മളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ അന്വേഷണം ആ വഴിക്ക് തന്നെ എല്ലാ ജാതി മതം എന്താണെന്ന് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അന്വേഷണം. അപ്പോൾ എനിക്ക് ഖുർആൻ തൊഴാൻ ഞാൻ ശ്രമിക്കുന്ന സമയത്ത് കുട്ടികൾ മാറ്റും. മുസാഫ് എന്നാണ് പറയുന്നത്. ഇത് കുട്ടികൾ മാറ്റിയിട്ട് തൊടാൻ വിടില്ല. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ എങ്ങനെ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെയുള്ള, അതായത് ചെറുപ്പത്തിലുള്ളതല്ല, വലിയ സുഹൃത്തുക്കളാണ്. പഠിക്കുന്ന കാലത്ത് ഖുർആൻ തൊടാൻ നോക്കുമ്പോൾ ഇവര് സമ്മതിക്കില്ല. അപ്പോൾ എന്താണ് ഇതിന് സമ്മതിക്കാതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് വൃത്തിയിൽ എടുക്കേണ്ട സാധനമാണ്, ഏറ്റവും വൃത്തിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്ക്, കാരണം ഞാൻ വൃത്തിയിലേക്ക് നടക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാനത് തൊടാൻ ശ്രമിച്ചിട്ടില്ല. അത് പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ എനിക്ക് കാണുമ്പോൾ ഒരു പേടിയായിരുന്നു. എന്താണിപ്പോൾ ഇത്രയും ചിട്ടൊക്കെ ആണെങ്കിൽ പഠിപ്പിക്കുന്നവരെ കുറച്ച് സ്വാതന്ത്ര്യമില്ലല്ലോ എന്നുള്ള ഒരു വേദന. അങ്ങനെ ചോദ്യത്തിലേക്ക് അന്വേഷിച്ച് ഞാൻ ഒരു ഉസ്താദിന്റെ അടുക്കൽ പോകുണ്ടായി. ആ ഉസ്താദ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല. അദ്ദേഹം ഒരു കൈമാറ്റം എന്നുള്ള ശരിക്കും ഒന്ന് കയ്യിൽ സ്പർശിച്ചിട്ടേ ഉള്ളൂ. ഒരു സാധനം തന്നാണ് എനിക്ക്. അത് 2-3 വർഷമായി. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഇസ്ലാമിലേക്കുള്ള ആ ഒരു ചിന്ത, എന്താണ് ഇസ്ലാം എന്താണെന്നുള്ള ആ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം ഇവിടെ പറയാനാണ്. ഞാൻ ചോദ്യം ചോദിക്കാനല്ല വന്നിരിക്കുന്നത്, എൻ്റെ അനുഭവം ഇവിടെ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ചോദ്യം ചോദിക്കാനായിട്ട് എനിക്ക് ഒന്നുമില്ല. കാരണം എനിക്ക് എല്ലാം സന്തോഷമാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ചോദിക്കുന്ന സ്റ്റേജിലിരിക്കുന്നവർ പണ്ഡിതന്മാരും ഇവിടെ ഇരിക്കുന്നത് സാധാരണ ആൾക്കാരുമാണ്. ആ ഒരു തലത്തിലേക്ക് എനിക്ക് എല്ലാവരോടും തന്നെ ബഹുമാനമുണ്ട്. ഇനിയും ഇങ്ങനെ എല്ലാവരെയും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല വഴിയിലേക്ക് നയിക്കാൻ ഈ സമൂഹം, ഈ ഉസ്താദ് സമൂഹം അല്ലെങ്കിൽ ഒരു പണ്ഡിത സമൂഹം എപ്പോഴും നമുക്ക് ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് ഖുർആൻ സ്പർശിക്കാൻ പറ്റുമോ തുടങ്ങിയ കുറച്ച് വിഷയങ്ങൾ ആ വിശദീകരണത്തിൽ വന്നതുകൊണ്ട് അതിന് ഒരു വിശദീകരണം നൽകിക്കൊണ്ട് ഈ പരിപാടി സമാപിപ്പിക്കുന്നതിന് വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരന്മാരെ, പരമകാരുണികനായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയത്തിലെ ആധികാരികമായ ചിന്തോദ്ദീപകമായ ഒരു ചർച്ചക്കിടയിലാണ് സത്യാന്വേഷിയായ ഒരു സഹോദരൻ്റെ അനുഭവങ്ങളും വിവരണങ്ങളും ഇവിടെ സാന്ദർഭികമായി ഉണ്ടായിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ എവിടെയോ വെച്ച് കണ്ട ഒരു ഓർമ്മ ഉള്ളപോലെ എനിക്ക് തോന്നുകയാണ്. മുമ്പെവിടെയോ കണ്ട് സംസാരിച്ച പോലെ എൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞ അദ്ദേഹത്തിൻ്റെ മുഖം മാറുന്നുണ്ട്. അദ്ദേഹം എവിടെ നിന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചത് ആ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ഞാൻ സത്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന ചർച്ചകളും എല്ലാം നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം ചോദിക്കാനാണ് എന്ന് ഇവിടെ നടന്ന ചില ആളുകളുടെ ചോദ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത് അതിനൊരു ഉത്തരം കിട്ടാനാണ്. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. 16ഓളം സ്ഥലങ്ങളിൽ അങ്ങനെ ഖുർആനിൽ കാണാം. ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ട് പോകാനുമാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യാന്വേഷണ ത്വര മനുഷ്യനിലുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊരു അന്വേഷണം. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ശാന്തി 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 എന്ന് പറയുന്ന വാചകത്തിലും അതാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഈ നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക്. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് യാത്രയിൽ ചിന്തിച്ചൊരു പോയിന്റ് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ഒതുക്കാനാണ് വിചാരിക്കുന്നത്. മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നത്. കുറേ ഫാമിലികൾ അവരുടെ ഒരുപാട് ലഗേജുകൾ ചുമന്ന് അത് ആദ്യം എടുത്തു വെച്ച് ഒരാളിറങ്ങി നിന്ന് ഇതൊക്കെ പിടിച്ചാൽ മതി അപ്പോൾ എളുപ്പമാകും എന്നൊക്കെ പറഞ്ഞ്, ഇങ്ങനെയൊരു അവസ്ഥ ജന്തു ലോകത്തിനില്ല. കുറേ നായ്ക്കൾ അവരുടെ ലഗേജും ചുമന്ന് പോകുന്നൊരവസ്ഥ അവർക്കില്ല. ട്രെയിനിലെ യാത്രയും അങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യം അവർക്കില്ല. അവരും മരിച്ചു പോകുന്നു, നമ്മളും മരിച്ചു പോകുന്നു. രണ്ടും മണ്ണോട് മണ്ണ് ചേരുകയാണെങ്കിൽ ഏറ്റവും ഭാഗ്യമുള്ള ജീവികൾ ഇവിടുത്തെ പന്നിയും നായയും കുരങ്ങും ഒക്കെയാണ്. ഇന്ന് മനുഷ്യനെ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മുടേതായി സമ്പാദിച്ച ഒരു രൂപ പോലും നമുക്ക് സ്വന്താക്കാൻ പറ്റാത്ത പലരും കനിഞ്ഞാൽ മാത്രമേ നമ്മൾ അധ്വാനിച്ച പണം പോലും നമുക്ക് കിട്ടുമെന്നുള്ള ദയനീയമായ അവസ്ഥയിൽ നമ്മളുണ്ട്. ഇത് മനുഷ്യ ജീവിതമാണ്. മനുഷ്യ ജീവിതത്തിന് പരമമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ എന്തിനെ അള്ളാഹു സൃഷ്ടിച്ചു, ഇതര ജീവവർഗങ്ങളിൽ നിന്നുള്ള മൗലികമായ ഒരു ചിന്ത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് വായും വെള്ളവും നൽകുകയൊക്കെ ചെയ്തു. ലോകത്തിന്റെ ഒരു സൃഷ്ടാവ്, സകല മനുഷ്യരെയും സൃഷ്ടിച്ച ഒരു നാഥൻ. അതാണ് നമ്മുടെ മർമ്മം. അതാണ് ഈ ലോകത്ത് ഇപ്പോഴും നടന്ന ചർച്ച മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലാണ് ചർച്ച. പക്ഷെ ഇസ്ലാം ലോകത്തോട് പറയുന്നത്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൽ ലിമാ ഫി സുദൂർന. ദൈവത്തിൽ നിന്ന് ഒരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? സകല മനുഷ്യർക്കും വേണ്ടി. ഇപ്പൊ നമുക്കറിയാം 715 കോടി മനുഷ്യർ ലോകത്തുണ്ട്. 130 കോടി മനുഷ്യർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഈ മനുഷ്യർക്കെല്ലാമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ പറയുന്നത് ഈ വേദഗ്രന്ഥം മനുഷ്യരെ മുഴുവനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. നമ്മുടെ ഭാരതീയമായ ദർശനങ്ങളുടെ പ്രാർത്ഥന തന്നെ എന്താണ്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നാണ്. ഖുർആൻ പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഗ്രന്ഥം എന്നാണ്. അന്ധകാര നിബിഡമായി ജീവിച്ച ഒരു സമൂഹത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അമുസ്ലിം സഹോദരങ്ങൾക്കാണ് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കൊടുക്കുന്നത്. അന്ന് മുസ്ലിങ്ങളില്ല. അബൂബക്കർ സിദ്ദീഖ് 1-ാമത്തെ മുസ്ലിമാണെന്ന് പറയുന്നത്, ഖദീജത്തുൽ കുബ്ര ആദ്യത്തെ മുസ്ലിം വനിതയാണെന്ന് പറയുന്നത് ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആൻ മാനവരാശിക്ക് മുഴുവനുമുള്ള ഫുർഖാനാണ്, സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. സാമ്പത്തിക രംഗങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ദാമ്പത്യ രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നു. ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം എന്ന് പറയുന്നു. ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നു. ഭക്ഷണത്തിലെ ധർമാധർമ്മങ്ങൾ എന്താണെന്ന് പറയുന്നു. വേഷവിധാനങ്ങളെ കുറിച്ച് പറയുന്നു. ഡ്രസ് കോഡുകളെ കുറിച്ച് പറയുന്നു. ഇതര മതസമൂഹത്തെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എങ്ങനെയാണെന്ന് പറയും. അങ്ങനെ A to Z ആപാദ ചൂടം മനുഷ്യന്റെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാഗ്രന്ഥം. ഡാർക്ക് ഏജിൽ ജീവിച്ചിരുന്ന ഒരു ജനപദത്തെ മാറ്റിയെടുത്തൊരു ഗ്രന്ഥം. മാത്രമല്ല ഖുർആൻ, മുസ്ലിങ്ങൾ ഖുർആൻ തൊട്ടാ കണ്ണ് പൊട്ടിപ്പോകും നല്ല ഖുർആൻ പറഞ്ഞത്. മറിച്ച് ഖുർആൻ പറഞ്ഞത്, ഖുർആനുമായി സമീപിച്ചാൽ കണ്ണ് തുറക്കുന്ന, ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബിക്കും, നിങ്ങളെ കണ്ണ് തുറപ്പിക്കും ഖുർആൻ. കണ്ണ് പൊട്ടിക്കുന്നല്ല, കണ്ണ് തുറപ്പിക്കും. കാരണം ഖുർആന്റെ വാചകം, ഖുർആനിലെ വിവിധ വചനങ്ങളിൽ പറയുന്നത് 21 സ്ഥലത്ത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ, വിജാതീയരെ അങ്ങനെ ഒന്നും വിളിച്ചില്ല. ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, ദലിതരെ, ഒന്നും പറയവർഗമേ പലയോ ഒന്നുമില്ല. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മനുഷ്യരാണ്. എല്ലാം ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ആ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളോട് ഇസ്ലാം ആവശ്യപ്പെടുന്ന എന്താ?
കല്ല്, മുള്ളു, മുരട്, മൂർഖൻ പാമ്പ് മുതൽ കാഞ്ഞിരക്കുറ്റി മുതൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ച അനുപമനായ, അദ്വിതീയനായ, അപ്രാപ്യനായ, പ്രപഞ്ചാതീതനായ ഒരു നാഥനുണ്ടെന്നാണ്. ബാലേന്ദ്ര, സുരേന്ദ്ര, ദേവദാസെ, കല്യാണിമേ, ഇതൊക്കെ നമ്മളൊക്കെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, നമ്മൾ സഹോദരങ്ങളാണ്. നമ്മൾ കഴുത്തറക്കേണ്ടവരല്ല, തമ്മിൽ തല്ലേണ്ടവരല്ല, ആരെയും കൊല്ലേണ്ടവരല്ല. നമ്മൾ ഒന്നാണ്. നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ നാഥൻ ഒന്നാണ് എന്ന പരമമായ സത്യം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ആലോചിച്ച് നോക്ക്, നമ്മൾ ആരും ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നാൽ നമുക്ക് കണ്ണട അവലംബിക്കേണ്ടി വരും. കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ നമുക്ക് ആർക്കും അത് തിരിച്ചു നൽകാൻ കഴിയില്ല. നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല അതൊക്കെ ദൈവം നമുക്ക് നൽകിയതാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ എല്ലാവരും പറയുന്നു. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച നാഥൻ ഒന്നാണെന്നും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയുടെ ഒക്കെ പടച്ചോൻ ഒന്നാണെന്നും നമ്മളൊക്കെ പറയും. നമ്മൾ ചിന്തിക്കുക, ലോകത്ത് വേദഗ്രന്ഥങ്ങൾ, നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇസ്ലാം ഈ വിഷയങ്ങളൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന എന്തിനാണ്? അതിൻ്റെ തലനാരിയേറി ചർച്ച ചെയ്യുന്നത് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ടെന്നും ആ മരണത്തിന് ശേഷം സ്വർഗനരകമുണ്ടെന്നും സ്വർഗത്തിലെത്താനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടതെന്നും. അതുകൊണ്ടാണല്ലോ മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത്, ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ ഭോക്ഷ്യസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 2-ാമത്തെ വചനത്ത് പറയുന്നതാണ്. 37-ാമത്തെ വചനത്ത് പറയുന്നത്, നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ഷഹീദായാൽ സ്വർഗത്ത് പോകാം. അങ്ങനെ ഒരു സ്വർഗമുണ്ട് എന്ന് മൗലികമായി ഖുർആൻ 2000 ചില്ലാനം വചനത്തിലൂടെയും പ്രവാചക വചനത്തിലൂടെയും പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത് ഹറാം, ഇന്നത് അനുവദനീയം, ഇന്നത് അനുവദനീയമല്ല, ഇന്നത് ചെയ്യാവൂ, ഇന്നത് ചെയ്തുകൂടാ, ഇന്ന കർമ്മമേ ആചരിക്കാവൂ. ഇപ്പൊ ഇസ്ലാം ദൈവം പഠിപ്പിക്കാത്ത ഒരാചാരവും മുസ്ലിങ്ങൾക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇന്നലെ ആലപ്പുഴയായിരുന്നു. ഇവിടെ കാന്തൂർ എബിബക്കർ മുസ്ലിയാരുടെ പേര് ഇന്നലെ റാലി ആയിരുന്നു. അവിടെ വലിയ റാലി, റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതോടൊപ്പം മനുഷ്യചങ്ങലയും നടക്കുന്നു. ഈ റാലിയുമായി, നബിദിന റാലിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇമാത്തത്തുൽ അദാനി തുരീഖി സദഖാൻ, വഴിയിൽ ഒരു തകരാറും ഒരു മാർഗതടസ്സം ഉണ്ടാക്കരുതെന്ന്. ഇവിടെ ഇരിക്കുന്ന പുരുഷാരത്തോടൊക്കെ ഇസ്ലാമിന്റെ ആഹ്വാനം എന്താ? ഒരു വഴി, ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വഴിയും നിങ്ങളാൽ ബ്ലോക്ക് ചെയ്യപ്പെടരുത്. അതാണ് മാനവികം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല. എന്താ ബ്ലോക്ക് ചെയ്യാത്തത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി തെളിയിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു വഴി ബ്ലോക്ക് ചെയ്യരുത്. അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഒരു മരം അന്യന്റെ പറമ്പിലേക്ക് ചരിഞ്ഞു കിടന്നാൽ അത് കട്ട് ചെയ്ത് കൊടുത്താൽ സ്വർഗത്തിൽ സ്ഥാനം കിട്ടുന്ന പറഞ്ഞേ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ മുസ്ലിം അല്ല എന്നാ പറയുന്നേ. അപ്പൊ ഇവിടെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലെ രക്ഷാശിക്ഷകളെ കുറിച്ചാണ് മൗലികമായ ചർച്ച. അവിടെ ബൗദ്ധൈവ വിശ്വാസം സ്വീകരിച്ചാൽ നരകത്ത് പോവും. അന്തം തമഹാപ്രവിശന്തിയെ സമ്പുത്യമുപാസതേ തദോബുയ ഇബദേ യഹു സംബുദ്യം രദഹ. ഈശാവാസോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പശുവിനെ ആരാധിച്ചാൽ, പാമ്പിനെ ആരാധിച്ചാൽ, ദേവിയെ ആരാധിച്ചാൽ, ദേവനെ ആരാധിച്ചാൽ, പ്രവാചകനെ ആരാധിച്ചാൽ, സൂര്യചന്ദ്രന്മാരെ ആരാധിച്ചാൽ നിങ്ങൾ ഘോരാന്ധകാരമായ നരകത്ത് പോകുന്നാണ് ഈശാവാസോപനിഷത്ത് പറയുന്നത്. അതുകൊണ്ട് ഹൈന്ദവരെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ ഹൈന്ദവരോട്, ക്രൈസ്തവരോടൊക്കെ എന്ത് പറയും? നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പശുവിനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറയുന്നു, കല്ലിനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറയുന്നു, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കാൻ നിങ്ങളുടെ വേദഗ്രന്ഥം പറയുന്നുണ്ടല്ലോ. ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഗ്രന്ഥത്തിൽ 16 ദൂഷ്യം ബിംബാരാധനക്കുണ്ടെന്ന് പറയുന്നല്ലോ. അല്ലാതെ ഞങ്ങൾ നിങ്ങളെ ചീത്ത പറയുകയല്ല, ഞങ്ങൾ നിങ്ങളെ വിമർശിക്കുകയല്ല. ആത്യന്തികമായി നിങ്ങൾ ഒരിക്കലും ദൈവസന്നിധിയിൽ ശിക്ഷിക്കപ്പെടരുത്. നമ്മൾ എല്ലാവരും സ്വർഗാവകാശികളാകണം. അതിനാണ് ഈ കൂട്ടായ്മയും, അതിനാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനും, അതിനാണ് ഈ തലശ്ശേരിയിൽ പരസ്യമായി മുഖാമുഖവും എത്ര മാന്യമായിട്ടാണ് ഓരോ വിഷയത്തെയും നമ്മൾ നോക്കിക്കണ്ടത്, പ്രതികരിച്ചത്. ഇത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിലാണ് ഇവിടെ വിവരിക്കപ്പെട്ടത്. ഇവിടെ പങ്കെടുത്ത പണ്ഡിതന്മാർക്ക് അല്ലാഹു നന്മ നൽകുമാറാകട്ടെ, അവരുടെ അറിവ് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയങ്കരനായ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, അന്വേഷണമാണ് ജീവാമൃതം. അന്വേഷിക്കുക, ഏത് ശരി, ഏത് തെറ്റ്, ഏത് ന്യായം, ഏതന്യായം എന്നന്വേഷിച്ച് ഏറ്റവും ബെറ്ററായി പടച്ചവൻ അവതരിപ്പിച്ച ഏറ്റവും വലിയ സത്യമേത് എന്നന്വേഷിച്ച് ആ സത്യം പുൽകി മരിക്കാനാണ് നമ്മൾ പ്രചോദിതമാകേണ്ടത്. കക്ഷിത്വത്തിന് അതീതമായി, വർഗീയതക്കതീതമായി, അന്ധമായ ദേശീയക്കതീതമായി മനുഷ്യത്വത്തിന്റെ മഹനീയമായ ആ ചിന്തകളിലേക്ക് നമ്മൾ മാറിപ്പോണം. അതാണ് മതം. ഖുർആൻ മനുഷ്യർക്ക് ആകമാനമുള്ള ഗ്രന്ഥമാണ്. മുഹമ്മദ് നബി ലോകത്തിന്
മുഴുവനുമുള്ള ഗുരുവാണ് കരുണാവാൻ നബി മണിമുക്തി രക്തമോ എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ യദസ്മിൻ നന്ദവേ മ്ലേച്ഛാചാര്യന സമുന്നിത മഹാമത് ഇതിഖ്യാത ശിഷ്യശാഖാ സമുന്നിതം എന്ന് ഭവിഷ്യൽ പുരാണത്തിലെ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ആ പ്രവാചകനെ പറ്റിയാണ് പറയുന്നത്. ആ മാനവികതയുടെ പ്രവാചകനെ പഠിക്കുക, മനസ്സിലാക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. എൻ്റെ ശബ്ദം കേട്ട എല്ലാവരോടും അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം, ഈ മുഖാമുഖം പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. സർവശക്തൻ ഇതിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതെല്ലാം മനുഷ്യർക്ക് ഉപകാരദായകമായി ചേരുമാറാകട്ടെ. ഇവിടെ പങ്കെടുത്ത മുസ്ലിം പണ്ഡിതന്മാരോടും ഇവിടെ ഇസ്തിഹാസയും തവസ്സുലുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചവരോടും അവരെൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ശരീരം നല്ല തന്നതാണ്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ഈ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ, അവൻ തന്ന വായു, അവൻ തന്ന വെള്ളം, അവൻ തന്ന കണ്ണ്, എല്ലാം അവൻ തന്നതാണ്. അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനെ മാത്രം ആരാധിക്കുക. നമസ്കാരം ഇബാദത്തായ പോലെ, നോമ്പ് ഇബാദത്തായ പോലെ ദുആയും ഇബാദത്താണ്. നമസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം, നോമ്പ് അള്ളാഹുവിന് വേണ്ടി ചെയ്യണം, ഹജ്ജ് അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അതുപോലെ ദുആയും അള്ളാഹുവിനോട് മാത്രം നടത്തണം. അതിനാണ് രക്ഷ. തർക്കങ്ങൾക്കും കുതർക്കങ്ങൾക്കും ദുനിയാവിലെ സ്ഥാനമുള്ളൂ, ആഖിറത്തിൽ സ്ഥാനമില്ല. അള്ളാഹു ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ വിളിച്ചേർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. നന്ദി പറയാൻ വേണ്ടി ഫൈസൽ തലശ്ശേരിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം പ്രാർത്ഥനയോടുകൂടി പിരിച്ചുവിട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്.